ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചെറിയൊരു ട്രെയിനിങ് വീഡിയോ ആണ്. വേറൊന്നുമില്ല, നമ്മുടെ ESSL അതായത് ഡോർ ലോക്ക് സിസ്റ്റം. അപ്പോൾ അത് MB20 എന്നൊരു മോഡലാണ്, ഡിവൈസാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇത് കാണാൻ പറ്റില്ല. നമുക്ക് പലരും വീഡിയോ ചെയ്യുന്നു, പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞു തരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ രീതിയിലൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. അത് ചില ആൾക്കാർക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെട്ട എന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ MB20 ESSL മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഫേസ് വരുന്നുണ്ട്, തമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കാർഡും വരുന്നുണ്ട്, RFID കാർഡ്. ഇത് മൂന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് വരുന്ന കണക്ഷൻസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ 6 വയറാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കണക്റ്റഡ് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് NC1 എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് കോമൺ വയർ, എല്ലാത്തിലും കൊടുക്കുന്ന കോമൺ വയർ, പിന്നെ ഗ്രൗണ്ട്, ബട്ടൺ. ഇത് നമുക്ക് എക്സിറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്ന വയറുകളാണ്. എക്സിറ്റ് അതായത് നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ തുറക്കാൻ വേണ്ടിയുള്ള ഒരു എക്സിറ്റ് ബട്ടൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അതിലേക്ക് കൊടുക്കാൻ പറ്റിയ വയറാണ്. ഇത് രണ്ടും വരുന്നത് 12 വോൾട്ട് അഡാപ്റ്റർ, ഡ്രൈവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 12 വോൾട്ട് അഡാപ്റ്റർ ഡ്രൈവർ, അപ്പോൾ അതിലേക്ക് കൊടുക്കാനുള്ള കണക്ഷനാണ്. ഇത് വരുന്നത് നമുക്ക് പിന്നെ ഡോർ ലോക്ക്, അതായത് ഡോർ ലോക്കിലേക്ക് കൊടുക്കാനുള്ള NC1. ഇതാണ് MB20 മെഷീൻ. അതിൻ്റെ NC1 എന്ന EM ലോക്കിൻ്റെ പോസിറ്റീവ് ഇതിലേക്ക് കൊടുക്കുക. നമുക്കറിയാൻ പറ്റും, അതിൻ്റെ പുറകിൽ NC1 എന്നൊരു ബട്ടൺ, ഒരു വയറുണ്ട്. അപ്പോൾ ആ വയറിൻ്റെ നമ്മുടെ EM ലോക്കിൽ 2 ഓപ്ഷനാണ് വരുന്നത്. 2 ഇതുണ്ട്, പിന്നെ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ EM ലോക്കിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് ഈ നമ്മുടെ MB20 ഡിവൈസിൻ്റെ പുറകിലേക്ക് വരുന്ന വയറിലേക്ക് പിടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഡിവൈസിൻ്റെ കൂടെ ഒരു 5 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്റർ, നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസിലുള്ള പവറായി. ഓക്കെ, അത് ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ ഡിവൈസിലുള്ള പവറായി. പിന്നെ നമുക്ക് വരുന്ന EM ലോക്ക്, അതായത് നമ്മുടെ പിന്നെ ഡോർ ലോക്ക് ഉണ്ടല്ലോ, EM ലോക്ക് എന്ന് പറയും. ആ ഡോർ ലോക്കിനാണ് നമുക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ഒരു ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ ഒരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കണക്ഷൻ ഒരു പച്ച വയറായിരിക്കും വരുന്നത്. അപ്പം ഈ 2 ചിലതിനകത്ത് വേറെ കളറാണ്, നമ്മൾ എടുത്തിരിക്കുന്നത് പച്ച വയറായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പൊളാരിറ്റി ഇല്ല. അപ്പം ഇതിനകത്ത് നമുക്ക് AC കറണ്ടിലേക്ക് കൊടുക്കുന്നതാണ്, നമുക്ക് ഡയറക്റ്റ് സ്വിച്ച് ബോർഡിലേക്ക്. അപ്പം നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വയർ പോസിറ്റീവായിട്ട് കണക്റ്റ് ആക്കിയിട്ട് നമ്മൾ സ്വിച്ച് ബോർഡിലുള്ള എപ്പോഴും കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ സ്വിച്ച് ഓഫും ഓണാക്കുമ്പോൾ അത് അവിടെ നമ്മൾ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കറണ്ട് വരികയില്ല. അപ്പം ഡയറക്റ്റ് എപ്പോഴും പാസേജ് വരുന്നുള്ള സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കിയിട്ട് അവിടെ ഇതിൻ്റെ പോസിറ്റീവ് ഫേസ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ന്യൂട്രലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു 3 പിൻസോ, സ്വിച്ച് ബോർഡ് തന്നെ 3 പിൻസോ ന്യൂട്രൽ ഉണ്ടല്ലോ, ആ ന്യൂട്രലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള കറണ്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ അത് ആ കറണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ അകത്ത് വേറെ 2 വയർ വരുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ചാൽ. അത് നമ്മൾ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവാണ് നമ്മൾ EM ലോക്കിലേക്കുള്ള കറണ്ട് കൊടുക്കുന്നത്, കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രൈവറിൽ നിന്ന് പറഞ്ഞൊരു ചുവന്ന വയറുണ്ട്. ആ ചുവന്ന വയർ നമ്മുടെ ഈ മെഷീൻ MB20 എന്നുള്ള മെഷീനിലേക്ക് അതിൻ്റെ കോമൺ എന്നുള്ള ഒരു പോർഷനുണ്ട്, അതിലേക്ക് നമ്മൾ അതിൻ്റെ പോസിറ്റീവ്, അതായത് ഒന്നും ടെൻഷൻ അടിക്കുകയല്ല, നമ്മൾ ഈ ഡ്രൈവറിൽ നിന്ന് വരുന്ന പോസിറ്റീവ്
വയർ എടുത്തിട്ട് നമ്മൾ ആ മെഷീനിലേക്കുള്ള കോമണിലേക്ക് കൊടുക്കുക. ഓക്കെ. പിന്നെയുള്ള ഡ്രൈവറിനുള്ള ഒരു ഡിവൈസിൽ നിന്ന് ഉള്ള നെഗറ്റീവ് വയർ ഫ്രീ ആയിട്ട് എടുക്കുക. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ EM ലോക്കിൽ നമ്മൾ ഡോറിൽ ഫിക്സ് ചെയ്യുന്ന EM ലോക്കിലേക്ക് അതിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. ഓക്കെ. പിന്നെ ഉള്ള ഒരു വയർ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, EM ലോക്കിൻ്റെ പോസിറ്റീവ് വയർ. അത് നമ്മുടെ ഡിവൈസിലുള്ള ആദ്യം പറഞ്ഞല്ലോ NC1 നോർമലി ക്ലോസ്ഡ് എന്നുള്ള ആ ഒരു വയറിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പം ഇതിൻ്റെ കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു വയർ നമ്മൾ യൂസ് ചെയ്യുന്ന വയറുകൾ ലാൻ കേബിൾ കൊടുക്കാതിരിക്കുക. ലാൻ കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഹാങ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഹാങ് ആയെന്ന് ഉദ്ദേശിച്ച്, അതായത് നമ്മളിപ്പം ഡോറൊക്കെ നമ്മൾ പിന്നെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അത് അടയാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അടയാൻ വെച്ച് ഭയങ്കര താമസമായിരിക്കും. പിന്നെ അത് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് തുറക്കാൻ താമസം, അങ്ങനെ ഹാങ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം 4 കോർ വയർ യൂസ് ചെയ്യുക. അത് നമ്മൾ ഇലക്ട്രിക്കൽ കടയൊക്കെ ചോദിച്ചാൽ കിട്ടും 4 കോർ വയർ. അതിന് കണക്ഷൻ കൊടുക്കാൻ കാരണം ഇലക്ട്രിക് വയർ യൂസ് ചെയ്യുക. ഇപ്പോൾ 4 കോർ വയർ ഉണ്ട്, അത് യൂസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു യൂസർ കപ്പാസിറ്റി വരുന്ന 1000 ഫിംഗർ പ്രിൻ്റ് കപ്പാസിറ്റി 2000, ഫേസ് കപ്പാസിറ്റി 500. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ പിന്നെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്. എക്സിറ്റ് ബട്ടൺ, അതായത് എക്സിറ്റ് ബട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഈ ഒരു ഡോറ് ഇവിടെ നമ്മൾ ഇത് ഡോർ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കണമെങ്കിൽ ഈ ഒരു എക്സിറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഈ മെഷീനിലേക്ക് നമ്മൾ ആ കാർഡോ അല്ലെങ്കിൽ ആ ഓതറൈസ്ഡ് പേഴ്സൺ വന്നിട്ട് കാർഡ് കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ തമ്പ് പഞ്ച് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ഈ ഡോർ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരാരും ഇല്ലേ തന്നെ അകത്ത് ഒരാൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ തുറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് ബട്ടൻ്റെ കണക്ഷൻ സിമ്പിളാണ്. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു എക്സിറ്റ് ബട്ടൻ്റെ വയർ എടുത്തിട്ട് ഒരു വയർ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക, ഒരു വയർ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക, ഒരു വയറിൽ അതിൻ്റെ ബട്ടണിലേക്ക് കൊടുക്കുക. അപ്പം എന്താ പറയുക 4 കോർ വയർ ഉണ്ടല്ലോ, അപ്പോൾ അപ്പം എക്സിറ്റ് ബട്ടൻ്റെ കണക്ഷനും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ഫിംഗർ പ്രിൻ്റോ കാർഡോ കാണിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് ബട്ടൺ ഇതിലേക്കുള്ള ആ ഒരു കണക്ഷൻ തിരിച്ചറിയുകയും ഈ ഡോറ് ഓപ്പൺ ആവുകയും ചെയ്യും ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ 4 കണക്ഷൻ നമ്മൾ ഈ ഒരു ഡോർ ലോക്ക് സംവിധാനം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള നോർമലി ക്ലോസ്ഡ് വന്ന കോമൺ, പിന്നെ ഗ്രൗണ്ട്, ബട്ടൺ, ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോർ ലോക്കിന് വേണ്ടിയിട്ടും നമ്മുടെ 12 വോൾട്ട് അഡാപ്റ്ററിലേക്കുള്ള കണക്ഷന് വേണ്ടിയാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സിറ്റ് ബട്ടൺ, അതായത് നമുക്ക് ഡോർ ക്ലോസ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ 12 വോൾട്ട് അഡാപ്റ്ററാണ് യൂസ് ചെയ്താൽ മതി. അത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പം ഈ ഡ്രൈവറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ബട്ടൺ നമ്മുടെ മെഷീനുള്ള കോമണിലേക്ക് കൊടുക്കുക. ഓക്കെ. അതിന് ഡ്രൈവറിൽ നിന്ന് നെഗറ്റീവ് ബട്ടൺ വരുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് ബട്ടൺ നേരെ നമ്മൾ EM ലോക്കിൻ്റെ ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു കണക്ഷൻ ശരിയായി. പിന്നെ EM ലോക്കിൻ്റെ പോസിറ്റീവ് ബട്ടണ് NC1ലേക്ക് കൊടുക്കുക. പിന്നെ അപ്പോൾ ഓക്കെ. പിന്നെ ഉള്ള നമ്മുടെ എക്സിറ്റ് ബട്ടൻ്റെ ബട്ടൺ ഗ്രൗണ്ട് എന്നുള്ള 2 വയർ വരുന്നുണ്ട് മെഷീനിൽ. നമ്മുടെ MB20 എന്നുള്ള മെഷീനിൽ 2 വയറുണ്ട്. ആ ബട്ടണിലേക്ക് ഈ എക്സിറ്റ് ബട്ടൻ്റെ 2 വയർ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. അതായത് ഇവിടെ കറണ്ട് വന്നു കഴിയുമ്പോൾ ഇത് ക്ലോസ് ആയി കിടക്കും, ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൺ ആകും. അപ്പം ബട്ടണും അല്ലെങ്കിൽ ഈ മെഷീൻ യൂസ് ചെയ്താണ് ഇത് ഓപ്പൺ ആക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് മനസ്സിലായില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.